കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്ന സാഹചര്യത്തിൽ BJP അതിനെ വളരെ കൃത്യമായി എതിർക്കുകയും അതിനെതിരെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ജാതി സെൻസസ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം ഇന്ത്യയിലെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷം LDF ഗവൺമെന്റ് ഇതുവരെ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന കുറച്ചുകൂടി ജനപക്ഷം നിൽക്കേണ്ട, സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു വിഭാഗം, ഒരു പാർട്ടി ഉൾപ്പെടുന്ന ഒരു മുന്നണി എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ എതിർക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. രണ്ട് കാരണമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്രപരമായി അവര് സ്വത്ത രാഷ്ട്രീയത്തിനെതിരാണ്. അവരുന്നയിക്കുന്ന വർഗ രാഷ്ട്രീയമാണ്. സ്വത്തരപരമായി മുസ്ലിങ്ങളും ദലിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും സാമുദായികമായി സംഘടിക്കുന്നതിന് CPM നന്നായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വത്ത രാഷ്ട്രീയം ഉയർന്നു വരുന്നതും അതിന് പ്രസക്തി ലഭിക്കുന്നതും CPM ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയം വരുമ്പോൾ സ്വത്തരാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ സാമുദായിക പ്രാതിനിധ്യത്തിന്റെ വിഷയം വരുമ്പോൾ പലപ്പോഴും BJPക്കും CPM-നും ഒരേ നിലപാട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഡൊമിനന്റ് ക്ലാസുകളുടെ ഒരു എതിർപ്പ് ഇതിൽ പ്രധാനമായിട്ടുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം നിലവിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് ദേശവിരുദ്ധമാണെന്നും ആന്റി നാഷണൽ ആണെന്നും പോലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം SNDP ഇതിനെ എതിർത്തിരുന്നെങ്കിൽ പിന്നീട് SNDP ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള നിലപാടുള്ള പ്രസ്ഥാനമാണ്. എന്നാൽ ഡൊമിനന്റ് ക്ലാസുകളുടെ സമ്മർദ്ദം മൂലം അവരെ പിണക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം ജാതി സെൻസസ് നടപ്പിലാക്കാത്തത്. എന്നാൽ ഇനി ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ കേരളത്തിൽ ജാതി സെൻസസ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലും ബീഹാർ നടപ്പിലാക്കി കഴിഞ്ഞു. അവിടുത്തെ കൃത്യമായി സാമൂഹികമായി ഓരോ വിഭാഗവും എത്രത്തോളം അച്ചീവ്മെന്റ്സും എത്രത്തോളം പുരോഗമനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഇപ്പോൾ നിലവിൽ ജാതി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക ഓൾറെഡി അതിന് നടപ്പിലാക്കി എന്ന ഡാറ്റ പുറത്തു വിട്ടില്ലെങ്കിലും അതിന്റെ സാമുദായികമായി ഉപസംവരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒന്നാമതായി ഉണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക ജാതി മതവിഭാഗങ്ങൾക്കിടയിൽ എത്രത്തോളം സർക്കാരിന്റെ സാമൂഹിക സേവന സാമ്പത്തിക ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഇതുവരെയുള്ള നമ്മുടെ സാമ്പത്തിക ക്ഷേമ പദ്ധതികൾ എത്രത്തോളം എത്തിയെന്ന് കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ എത്തിയിട്ടില്ലെങ്കിൽ ഇനി എത്താനുള്ള ഇടപെടലും കൂടുതൽ പരിഗണനയും നൽകാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ കേരളത്തില് BJPയുടെ വളർച്ചയെ വലിയ രീതിയിൽ പിടിച്ചുകെട്ടാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്ന BJP വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവാണ് മുസ്ലിങ്ങൾ 26% വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിന്റെ സമ്പത്തിന്റെയും വിഭവങ്ങളുടെ എല്ലാം കൂടുതൽ അധികാരങ്ങളും അവിഹിതമായി പലതും നേടിയിട്ടുണ്ടെന്ന പ്രചരണം. ആ പ്രചരണങ്ങൾ പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്ന പിന്നോക്ക സാമുദായിക ശാക്തീകരണത്തിനോട് നിൽക്കേണ്ട ആളുകൾ ഉൾപ്പെടെ പലപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP വളരെ കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധത കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആയുധമാക്കുന്നത് മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടി എന്നുള്ള ഒരു വാദമാണ്. ഈ വാദത്തെ ഇന്ത്യ കേരളത്തിലെ ജാതി മത സെൻസസ് നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഏതെല്ലാം വിഭാഗത്തിൽ എത്രത്തോളം പ്രാതിനിധ്യവും അവസരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഒരു വർഗീയ വിഭജനത്തിനുള്ള അവസരം ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അത്തരത്തില് പോളറൈസേഷൻ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തെയാണ് ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് തടയുന്നതിലൂടെ CPM തടഞ്ഞു വെക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്.